മദീനത്തേക്ക് ചെല്ലുകയാണ്. ഒരു കറുപ്പും മനസ്സിന്റെ അകത്തില്ല, ആരോടും വെറുപ്പില്ല. മദീനയുടെ തിരുമുറ്റത്തേക്ക് ചെന്നിരുന്ന് പൊട്ടിക്കരയുകയാണ്. നമ്മളിൽ പലരും ആദ്യം പോയാൽ അറിയാതെ കരഞ്ഞു പോകുന്ന, വീണ്ടും പോയാൽ അറിയാതെ തളർന്നു പോകുന്ന മദീന എന്ന് പറയുന്നത് ഒരു മാസ്മരിക ശക്തിയാണ്. പ്രിയപ്പെട്ടവരെ, ദുനിയാവിന്റെ പുറത്ത് ജീവിക്കുന്ന ഒരാളോട് പോലും വെറുപ്പില്ലാത്ത, ഒരാളോട് പോലും പിണക്കമില്ലാത്ത, ഒരാളോട് പോലും വിദ്വേഷമില്ലാത്ത, അസൂയയില്ലാത്ത, പളുങ്ക് പോലെ കണ്ണാടി പോലെ തിളങ്ങുന്ന മനസ്സുമായി അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ചെല്ലുകയാണ്. എവിടെയാണ് ചെല്ലുന്നത്? ആ സ്നേഹമാണ് വേണ്ടതെന്ന് പഠിപ്പിച്ച് മദീനയുടെ നായകന്റെ മുറ്റത്ത് ചെല്ലുകയാ. ഓ സ്നേഹമാണ് വേണ്ടതെന്ന് പഠിപ്പിച്ച് മദീനയുടെ മുത്തിന്റെ മുമ്പിലേക്ക് ചെല്ലുകയാ. അവിടെ ചെന്ന് നിന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുകയാ, ഫീ ഹാലത്തിൽ ബുഅദി റൂഹി കുന്തു ഉർസിലുഹാ തുഖബ്ബിലുൽ അർവഅൻ നീ വഹിയ നായിബതി. കരഞ്ഞുകൊണ്ട് പറയുന്ന നബിയേ, ഈ അഹ്മദുൽ കബീർ റിഫായി ഒരുപാട് അകലത്തിരുന്ന സലാത്ത് ചൊല്ലിയിട്ടുണ്ട്, ഒരുപാട് വിദൂരത്തിരുന്ന സലാത്ത് ചൊല്ലിയിട്ടുണ്ട്. അന്നെല്ലാം എന്റെ ശരീരം ഇവിടെ വന്നിട്ടില്ല, പക്ഷെ എന്റെ മനസ്സ് വന്നിട്ടുണ്ട് നബിയേ, എന്റെ ആത്മാവ് വന്നിട്ടുണ്ട് നബിയേ. മലപ്പുറത്തിരിക്കുന്ന ലക്ഷക്കണക്കായോ എന്റെ മുസ്ലിം സമുദായത്തിന്റെ സഹോദരങ്ങളോട്, സഹോദരിമാരോട് പറയാൻ പോവുകയാണ്, ഇന്ന് മണപ്പുറത്ത് സമുദായത്തിന്റെ ശരീരം മാത്രമേ ഉള്ളൂ, ആത്മാവിനെ മദീനയ്ക്ക് കച്ചവടം ചെയ്യുകയാണ്. ആത്മാവിന് എല്ലാം തന്ന നബിതങ്ങൾക്ക് തിരിച്ചു കൊടുക്കുകയാണ്. ശരീരം മാത്രമേ ഉള്ളൂ, ശരീരം മാത്രമേ ഉള്ളൂ. നമ്മുടെ റൂഹിന്റെ പേര് മുഹമ്മദ് എന്നാണ്, നമ്മുടെ റൂഹിന്റെ സ്ഥലം മദീനത്താണ്, നമ്മുടെ റൂഹിന്റെ ഭക്ഷണം മദീനയുടെ തെന്നലാണ്. അല്ലാഹുവേ, അതിന് ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു തആല ചെന്നിട്ട് കരഞ്ഞുകൊണ്ട് പാടുകയാണ്, ഞാൻ വന്നു നബിയേ, എന്റെ ആത്മാവ് മാത്രമല്ല റസൂലേ, ഇന്ന് വന്നിരിക്കുന്ന എന്റെ ശരീരം കൂടിയാണ് നബിയേ. അതുകൊണ്ട് ഫാദിഹി നൗബത്തുൽ അശ്ബായിക ദുഹലറാ ഫംദുദു യദൈക ലികൈ തുഹ്ലാ ബിഹാ ശഫതി. നബിയേ, എനിക്ക് കഴിയുന്നില്ല നബിയേ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നബിയേ, അവിടുന്ന് ആ കവാടമൊന്ന് തുറക്കണം നബിയേ. ആ മനോഹരമായ കൈകളിലേക്ക്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്തിയ കൈകളിലേക്ക്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുത്തം തന്ന കൈകളിലേക്ക് അഹ്മദുൽ കബീർ റിഫായി എന്ന മുത്തട്ട നബിയേ. ഓർക്കണം പ്രിയപ്പെട്ടവരെ, മനസ്സിന്റെ അകത്ത് കറയില്ല, ഒരു ചെറിയ പൊട്ട് പോലുമില്ല, ഒരു കളങ്കം പോലുമില്ല. അല്ലാഹുവിന്റെ റസൂലേ, ഉക്കാശ റളിയല്ലാഹു അൻഹു ഈ ലോകത്തിൽ നിന്ന് അങ്ങ് വിട പറയുന്ന സമയത്ത് പറഞ്ഞില്ലേ, നബിയേ, അങ്ങെല്ലാവരോടും പൊരുത്തം ചോദിക്കുമ്പോ അങ്ങ് എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് നബിയേ, അതുകൊണ്ട് ഞാൻ പൊരുത്തം തരണമെങ്കിൽ, എനിക്കത് പൊരുത്തപ്പെട്ട് തരണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂലേ, അതുപോലെ അങ്ങയെ തിരിച്ചുപദ്രവിക്കണം നബിയേ. മദീന വിറച്ചു പോയ രംഗമാണ്, സഹാബികൾ ഞെട്ടിത്തരിച്ചു പോയ രംഗമാണ്. സഹാബികൾ നിലവിളിച്ചു, ഉക്കാശ, നീ എന്താ ചെയ്യാൻ പോകുന്നത് ഉക്കാശ? ഉക്കാശ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല, അല്ലാഹുവിന്റെ റസൂൽ എല്ലാം പൊരുത്തം ചോദിക്കുമ്പോ ഞാൻ പൊരുത്തപ്പെട്ട് കൊടുക്കൂല സഹാബത്തെ. അല്ലാഹുവിന്റെ റസൂൽ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്, ആ ഉപദ്രവം ഞാൻ തിരിച്ചു കൊടുക്കുന്നത് വരെ എനിക്ക് സമാധാനമില്ല. എന്നിട്ട് ഉക്കാശ റളിയല്ലാഹു തആല നബി തങ്ങളുടെ മുമ്പിലേക്ക് വരികയാ. പനിച്ച് ക്ഷീണിച്ചിരിക്കുന്ന റസൂലുള്ളാഹിയുടെ ഹദറത്തിലേക്ക് വന്നിട്ട് പറയുന്നു, നബിയേ, യുദ്ധത്തിന് വേണ്ടി അണികളെ ഉണ്ടാക്കി നിർത്തിവെക്കുമ്പോ എന്റെ ശരീരത്തിലേക്ക് അങ്ങൊരു വടി കൊണ്ടാണ് കുത്തിയത് നബിയേ, ആ വടി എന്റെ കയ്യിലേക്ക് തരണം റസൂലേ. അല്ലാഹുവിന്റെ റസൂൽ ആ വടി എടുത്തു കൊടുക്കുമ്പോ പ്രവാചക പ്രേമികളെ പൊട്ടിക്കരയുകയാണ്. എന്നിട്ട് മുത്തു നബിയോട് പറഞ്ഞു, നബിയേ,
അവിടത്തെ കുപ്പായമൊന്ന് മാറ്റണം നബിയേ. അന്നിങ്ങനെ കുത്തുമ്പോ എന്റെ ശരീരത്തിൽ കുപ്പായമുണ്ടായിരുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ കുപ്പായമടിച്ചു കൊടുക്കുകയാ. ഇങ്ങനെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് കഴിയോ നബിയേ? അവിടെ എത്ര സ്നേഹത്തിന്റെ പാഠമാണ് തങ്ങളെ പഠിപ്പിച്ചു തന്നത്. ഞങ്ങൾ തോറ്റുപോകും നബിയേ, തോറ്റുപോവുകയാണ്. അത് പറയാനുള്ള യോഗ്യത പോലും പാവപ്പെട്ട ഞങ്ങൾക്കില്ല നബിയേ. എന്നാലും പറയുകയാണ്, ഈ വിശാലമായ സരസിന്റെ ബറക്കത്ത് കൊണ്ട് ഒരു മുത്തമ ശരീരത്ത് തരാ. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ച് ഭാഗ്യം കിട്ടിയാലോ. ഉക്കാശ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ കുപ്പായമടിക്കുകയാ. ഉക്കാശ റളിയല്ലാഹു അൻഹു ആ വടി കൊണ്ടുവന്ന് മുത്തായ നബി തങ്ങളുടെ ശരീരത്തിലേക്ക് കുത്താൻ പോകുകയാ. ആ വടി അങ്ങോട്ട് ദൂരെ വലിച്ചെറിയുകയാണ്. എന്നിട്ട് വസ്ത്രം മാറ്റിവെച്ച പ്രവാചകരുടെ ശരീരത്തെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തുകൊണ്ട് പറയുന്ന നബിയേ, എത്ര നാളുകൊണ്ട് ആഗ്രഹിക്കുന്നതാ നബിയേ, എത്ര കൊല്ലം കൊണ്ട് കൊതിക്കുന്നതാ നബിയേ. ഈ ഭാഗ്യം എനിക്ക് കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു റൗളാ ശരീഫിന്റെ മുറ്റത്ത് പോയി എന്നിട്ട് പറയുന്ന നബിയേ, ഉക്കാശമുത്തിയ ശരീരത്തിന്റെ കൈയുണ്ടല്ലോ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മടിത്തട്ടില് കിടന്നുറങ്ങിയ ശരീരത്തിന്റെ കൈയുണ്ടല്ലോ, ഫാത്തിമയെ തലോടിയ കൈയുണ്ടല്ലോ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കവിളത്ത് അതേ തലോടിയ കൈയുണ്ടല്ലോ, ബിലാലിന്റെ പൊട്ടിപ്പോയ ശരീരത്തിന്റെ ഭാഗത്ത് തടവിപ്പോയ കൈയുണ്ടല്ലോ. വിശപ്പ് സഹിക്കാനാകാതെ വന്നപ്പോ മസ്ജിദ് നബവിയുടെ അകത്ത് കിടന്നുകൊണ്ട് ഒട്ടിയ വയറിലേക്ക് അമർത്തിപ്പിടിച്ച കൈയുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങൊന്ന് നീട്ടണം നബിയേ. അല്ലാഹുവിന്റെ ഹബീബിന്റെ റൗളാ ശരീഫിന്റെ മുറ്റത്ത് തന്റെ ഹൃദയം ഇളക്കി വെച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പോയപ്പോ സുബ്ഹാനല്ലാഹ്, അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിൽ റൗളാ ശരീഫിന്റെ കവാടം തുറക്കുകയാ. ആരംഭമുത്തിന്റെ കൈ പുറത്തു വരികയാ. ആ കൈയിലേക്ക് മുത്തം കൊടുക്കുകയാ. സിനിമ നടന്ന മുത്തടോ ചെറുപ്പക്കാരാ, സിനിമ നടിയ മുത്തടോ ചെറുപ്പക്കാരാ, കേവലം ഒരു സീരിയൽ നടിക്കു വേണ്ടിയിട്ട് ജീവിതം കളയണോ പെണ്ണേ? വേണ്ട വേണ്ട, മനസ്സിനെ ഇളക്കി കൊടുത്തോ. മദീനയുടെ മുറ്റത്ത് പോയി സലാം പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സലാം മടക്കട്ടെ.